ടി-വിയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നഷ്ടബോധം വരുമായിരുന്നു. കാരണം ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് ജനിക്കാം. എനിക്ക് നൊസ്റ്റുമാണ്. ഞാൻ നേരത്തെ ഉള്ള ആളാണ്. രോമാഞ്ചായിരുന്നു ബ്രോ. മറ്റേ ജഗദീശ പടത്തിൽ പറഞ്ഞ പോലെ ഇത് ഇങ്ങോട്ട് നോക്കിയിടാന്ന് പറയേണ്ട അവസ്ഥയായിരുന്നു. എന്താ പറയാ, ഐ വാസ് ലിറ്ററലി ക്രൈ. മറ്റേ എന്തരോ പാട്ടില്ലേ, ആ സിനിമയ്ക്ക് കിട്ടേണ്ട കയ്യടി ഇന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് അർഹിക്കപ്പെട്ടത് തന്നെയാണ്. അതിന് ഒരു സംശയമല്ല. എല്ലാവരും വന്ന് മസ്റ്റ് വാച്ച് 4K അനുഭവിക്കുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. നൈസായിരുന്നു. ആക്ച്വലി ഞാൻ കുഞ്ഞിലെ ഇറങ്ങിയല്ലേ, അപ്പം രണ്ടാമത് കാണുമ്പോഴത്തേക്കും സ്കൂട്ട് നൈസായിരുന്നു. പണ്ടത്തെ പാട്ടിൻ്റെ വൈബൊക്കെ കിട്ടി. പിന്നെ ചില സീൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ അത് പക്ഷേ ജഗതി സിനിമേൻ്റെ സീനൊക്കെ എല്ലാം കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. മ്യൂസിക്കാണ് മെയിൻ, ഇത്രേ പറയാനുള്ളൂ. മ്യൂസിക് ആയിരുന്നു സൂപ്പറായിട്ട് തോന്നുന്നു. വിദ്യാജിയുടെ മാജിക് നല്ല എക്സ്പീരിയൻസ്. പടം ഇറങ്ങുമ്പോൾ എനിക്ക് ആകെ 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത് തിയേറ്ററിൽ കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഗൂസ് ബംസ് ആണ് ആ പാട്ട്. ഞാൻ പാട്ട് എൻജോയ് ചെയ്യാനാണ് ഞാൻ ശരിക്കും വന്നത്. പിന്നെ ലാലേട്ടനല്ലേ, പ്രത്യേകിച്ച് പറയുന്നില്ല, നല്ലതായിരുന്നു. രോമാഞ്ചായിരുന്നു ബ്രോ. മറ്റേ ജഗദീശ പടത്തിൽ പറഞ്ഞ പോലെ ഇത് ഇങ്ങോട്ട് നോക്കിയിടാന്ന് പറയേണ്ട അവസ്ഥയായിരുന്നു. അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഐ വാസ് ലിറ്ററലി ക്രൈ. മറ്റേ എന്തരോ പാട്ടില്ലേ, അത് വന്നപ്പോൾ ആൻഡ് ഇറ്റ് വാസ് ഓൾ ഗുഡ്. അടിപൊളിയായിരുന്നു. പിന്നെ അവർ റിമാസ്റ്റർ ചെയ്തപ്പോൾ ചില പോർഷനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ജഗതിയുടെ പോർഷനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത പോർഷനായിരുന്നു ഞാൻ. പക്ഷേ അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ഒരു ഫൈറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഓക്കെയാണ്. ഓൾ ടുഗദർ കിടിലായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നമ്മളിത് പണ്ട് ടി-വിയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നഷ്ടബോധം വരുമായിരുന്നു. കാരണം ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് ജനിക്കാം. നമ്മൾ 1-2 വയസ്സുള്ളത് റിലീസാകുമ്പോൾ അത് എന്തായാലും മാറി കിട്ടിയിരുന്നു. ഫസ്റ്റ് ഷോ തന്നെ ഇത് റിലീസ് ആണെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ വിചാരിച്ചതാണ് ഫസ്റ്റ് ഷോ കാണണമെന്നുള്ളത്. അതെന്തായാലും ആ വിഷമം മാറി കിട്ടി. പിന്നെ കുറേ സീൻസ് ഒന്നും കട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് കുമാറിൻ്റെ സീൻസ് ഒന്നും ഇൻക്ലൂഡ് അല്ല. അത് ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കി. എന്നാലും കുഴപ്പമില്ല, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. എൻ്റെ എനിക്ക് നൊസ്റ്റുമാണ്. ഞാൻ നേരത്തെ ഉള്ള ആളാണ്. ആ കാലഘട്ടത്തിലുള്ള ആ ഒരു ഇതാണ്. പക്ഷെ അത് അന്നും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചാണ് പോണത്. പടം ഒരു രക്ഷയില്ല ചേട്ടാ. എന്താണ് പറയാനറിയില്ല. എന്ത് പറഞ്ഞാൽ കുറഞ്ഞു കാര്യം. നമ്മളൊന്നും അത്ര സിബിസാറിന് അത്രയും ചിന്തിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. സോ ഇത്രയും 24 വർഷത്തിന് ശേഷം ഹൗസ് ഫുള്ളായിട്ട് സിനിമ ഇങ്ങനെ കാണുമ്പോൾ ഗൂസ് ബംസ് മൊമെന്റ്സ് തന്നെയായിരുന്നു. ആ സിനിമയ്ക്ക് കിട്ടേണ്ട കയ്യടി ഇന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് അർഹിക്കപ്പെട്ടത് തന്നെയാണ്. അതിന് ഒരു സംശയമല്ല. അന്ന് സാർ എത്ര വിഷമിച്ചിട്ടുണ്ടോ, ഇന്ന് അദ്ദേഹം അഭിമാനത്തോടെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കഠിനാധ്വാനം കൊണ്ട് മാത്രം തന്നെയാണ്. സിനിമ ഒരു രക്ഷയില്ല. എല്ലാവരും വന്ന് മസ്റ്റ് വാച്ച് 4K അനുഭവിക്കുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. കിടിലായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒത്തിരി തവണ നമ്മൾ റിപ്പീറ്റ് വാച്ച് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. പക്ഷേ ഇങ്ങനെ ഈ ഒരു സീരിയൻസിൽ നമ്മുടെ ഈ ഓഡിയോ വണ്ടിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൽ കാണുമ്പോൾ ഒത്തിരി ഹാപ്പി ഉണ്ടായിരുന്നു. അത് എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഒരു മ്യൂസിക്കും ആ ഒരു സിനിമയിലെ സാറിൻ്റെ ഡയറക്ഷനും എല്ലാം ഒത്തിരി ഫാൻറ്റാസ്റ്റിക് ആയിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി വർത്ത് ഫോർ വാച്ച് ആയിരുന്നു. വീണ്ടും കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഹൻലാലിനെ ഫ്രഷായിട്ട് ഒന്നുകൂടെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ തലമുറയ്ക്ക് 24 കൊല്ലം മുമ്പ് ഇറങ്ങിയ പടമല്ലേ, അപ്പോൾ അന്നത്തെ തലമുറയ്ക്ക് ഒരിക്കൽ കൂടി നല്ലൊരു സിനിമ കാണാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. കുറേ കൂടെ നല്ല സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും എല്ലാം വളരെ നന്നായിട്ടുണ്ട്.